ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വിശ്വാമിത്ര മഹർഷി അയോധ്യയിൽ വന്ന് രാക്ഷസന്മാരെ വധിക്കുന്നതിനായി രാമനെ തൻ്റെ കൂടെ അയക്കുമോ എന്ന് ചോദിച്ച ഭാഗം വരെയാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ വിശ്വാമിത്ര മഹർഷി ദശരഥ മഹാരാജാവിനോട് ആവശ്യപ്പെടുകയാണ് രാമനെ തൻ്റെ കൂടെ അയക്കണം. പക്ഷേ ദശരഥ മഹാരാജാവിന് ഒട്ടും സമ്മതമായിരുന്നില്ല. അവർ കുട്ടിയാണ്, അവരെ അയക്കുവാൻ സാധിക്കുകയില്ല എന്ന് ദശരഥൻ പറയുന്നു. അപ്പോൾ രാമനെയും ലക്ഷ്മണനെയും എൻ്റെ കൂടെ അയച്ചില്ലെങ്കിൽ അയോധ്യ മുടിച്ചു കളയുമെന്ന് വിശ്വാമിത്രൻ പറയുന്നു. അത് കേട്ടതും ദശരഥ മഹാരാജാവ് വീണ്ടും പറയുകയാണ്, അവർ കുട്ടികളാണ്, അമ്പും വില്ലും ശരിക്ക് പ്രയോഗിക്കുവാൻ പോലും അവർക്ക് അറിയില്ല. അതുകൊണ്ട് മഹർഷി, അങ്ങേക്ക് ആവശ്യം രാക്ഷസന്മാരെ വധിക്കുക എന്നുള്ളതാണല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് പട്ടാളക്കാരെ അയക്കാമെന്ന് പറയുന്നു. അപ്പോൾ വിശ്വാമിത്ര മഹർഷി പറയുകയാണ്, സൈന്യത്തെ തീറ്റിപ്പോറ്റാനൊന്നും എനിക്ക് ശേഷിയില്ല, രാമനെ മാത്രം അയച്ചാലും മതി എന്ന് പറയുന്നു. ഇല്ലെങ്കിൽ അയോധ്യയ്ക്ക് നാശമാണ് സംഭവിക്കുവാൻ പോകുന്നത് എന്ന നിലയിൽ മുന്നറിയിപ്പ് കൊടുക്കുന്നു. അങ്ങനെ നിവൃത്തിയില്ലാതെ ദശരഥന് രാമനെ അയക്കേണ്ടി വരുന്നു. ആ സമയത്ത് രാമൻ തന്നെയാണ് ഞാൻ പോകാം എന്ന് പറയുന്നത്. അതോടുകൂടി മഹർഷിക്ക് സന്തോഷമായി. മഹർഷിയോട് അമ്മയോട് യാത്ര പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്നു രാമൻ. അങ്ങനെ കൗസല്യ എന്ന അമ്മയോട് രാമൻ യാത്ര പറയുന്നു. കണ്ണീരോടുകൂടി അനുഗ്രഹിച്ച് കൗസല്യ മകനെ വിശ്വാമിത്രൻ്റെ കൂടെ അയക്കുന്നു. രാമന് സഹായിയായി ലക്ഷ്മണനും പോകുന്നു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടുകൂടി ദശരഥ മഹാരാജാവ് വിശ്വാമിത്രൻ്റെ കൂടെ തൻ്റെ 2 കുഞ്ഞുങ്ങളെയും അയക്കുന്നു. അങ്ങനെ മഹർഷിയുടെ കൂടെ അവർ അങ്ങനെ പോവുകയാണ്. മഹർഷി രാജപുത്രന്മാരെയും കൊണ്ട് വനത്തിലേക്ക് കടക്കുന്നു. മുമ്പിൽ മഹർഷി, തൊട്ടുപിറകിൽ രാമൻ, പിന്നെ ലക്ഷ്മണൻ. വെയിലേറ്റ് കുമാരന്മാർ വാടിയിരിക്കുന്നു. മഹർഷി അത് കണ്ട് വിചാരിക്കുകയാണ്, ഒരു ദിവസം കൊണ്ട് രാമൻ ക്ഷീണിച്ചുവല്ലോ. ഇങ്ങനെയെങ്കിൽ എപ്രകാരം അനേകം കാലം വനത്തിൽ സഞ്ചരിക്കുവാൻ സാധിക്കും? അതുകൊണ്ട് അവർക്ക് മന്ത്രദീക്ഷ നൽകണമെന്ന് മഹർഷി തീരുമാനിക്കുകയും അതനുസരിച്ചിട്ട് മഹർഷി രാമനോടും ലക്ഷ്മണനോടുമായി പറയുന്നു, കുമാരന്മാരെ, എത്രയെത്ര സൂര്യവംശ രാജാക്കന്മാർ ഇവിടെ ദേഹം വെടിഞ്ഞ് സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ കാണുന്ന തീർത്ഥത്തിൽ കുളിച്ചു വരിക, ഞാൻ മന്ത്രദീക്ഷ നൽകാം. 1000 വർഷക്കാലത്തേക്ക് വിശപ്പും ദാഹവും നിങ്ങളെ ബാധിക്കുകയില്ല. മനസ്സിൽ ഒരിക്കലും ഭയമോ ശോകമോ ഉണ്ടാവുകയില്ല എന്ന് പറയുന്നു. അങ്ങനെ മഹർഷി പറഞ്ഞതനുസരിച്ചിട്ട് 2 പേരും ആ തീർത്ഥത്തിൽ കുളിച്ചു വന്നു. അതിനുശേഷം മന്ത്രദീക്ഷ സ്വീകരിച്ചു. സഹോദരന്മാർ ഇരുവരും മന്ത്രം പറഞ്ഞ് ഉറപ്പിച്ചു. ദേവന്മാർക്ക് അത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി. കാരണം വളരെ കാലം ലക്ഷ്മണന് ഇനി ആഹാരം കഴിക്കാതെ ഇരിക്കേണ്ടതാണ്. ആ ഒരു മന്ത്രദീക്ഷയിലൂടെ ഇന്ദ്രജിത്തിൻ്റെ മരണത്തിലേക്കുള്ള വഴിയാണ് തെളിഞ്ഞത്. ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും മഹർഷിയുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചു. പിന്നെയും മുമ്പോട്ട് നടക്കുകയാണ് അവർ. അങ്ങനെ അവർ എവിടെ എത്തിച്ചേരുന്നു? താടകാവനത്തിൽ എത്തിച്ചേരുന്നു. വിശ്വാമിത്രൻ ആ വഴിയെപ്പറ്റി പറയുകയാണ്, ഈ വഴിയിൽ 3 ദിവസം സഞ്ചരിച്ചു വേണം എൻ്റെ ആശ്രമത്തിൽ എത്തിച്ചേരുവാൻ. പക്ഷേ മറ്റൊരു വഴി കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, ഈ വഴിയാണെങ്കിൽ 3 നാഴിക നടന്നാൽ എൻ്റെ ആശ്രമത്തിലെത്തും. പക്ഷേ ആ വഴി അത് അപകടം പിടിച്ചതാണ്. താടക എന്ന രാക്ഷസി അവിടെയാണ് താമസിക്കുന്നത്. എത്രയെത്ര മനുഷ്യരെ അവൾ പിടിച്ചു തിന്നിരിക്കുന്നു.
ഇനി നിങ്ങൾ പറയൂ, ഏതു വഴിയാണ് നമുക്ക് പോകേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ രാമൻ പറയുകയാണ്, 3 ദിവസം എന്തിനാണ് നമ്മൾ ചുറ്റുന്നത്? എളുപ്പ വഴിയേ പോകാം. ആ രാക്ഷസി പിടിച്ചു തിന്നാൻ വന്നാൽ നമുക്കവളെ വധിക്കാം, അതിൽ തെറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ താടക എന്ന ആ രാക്ഷസി താമസിക്കുന്ന വഴിയെ അവർ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ അവർ മുമ്പോട്ട് നടക്കുമ്പോൾ അതാ രാക്ഷസി സ്വർണ്ണക്കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്നു. ഞാണൊലി കേട്ടതും രാക്ഷസി കണ്ണു തുറക്കുന്നു. എന്നിട്ട് തുറിച്ചു നോക്കിക്കൊണ്ട്, നിങ്ങളുടെ പ്രാണൻ ഇന്നു ഞാൻ എടുക്കുമെന്ന് വിളിച്ചു പറയുന്നു. ബ്രാഹ്മണൻ്റെ ശരീരത്തിലെ ആ തോലാണ് അവൾ ഉടുത്തിരിക്കുന്നത്. ഭീകരമായ രൂപം, മനുഷ്യമാംസമാണ് ഭക്ഷിക്കുന്നത്. അവളുടെ വലിയ വായ തുറന്ന് പൊട്ടിച്ചിരിക്കുന്നു. എന്നിട്ട് അടുത്തു കണ്ട ഒരു മരം പിഴുത് രാമൻ്റെയും ലക്ഷ്മണൻ്റെയും നേർക്ക് എറിയുന്നു. പിന്നീട് അവർ തമ്മിൽ യുദ്ധമായി. രാമൻ അയക്കുന്ന ബാണങ്ങളെല്ലാം താടക എന്ന രാക്ഷസി പിടിച്ച് ഒടിച്ചു കളയുന്നു. എന്നിട്ട് രാമനെ വിഴുങ്ങുവാനായി താടക എന്ന രാക്ഷസി രാമൻ്റെ നേർക്ക് പാഞ്ഞ് അടുത്തു വരുന്നു. ആ സമയം രാമൻ വജ്രബാണം കൊണ്ട് അവളുടെ ജീവൻ എടുക്കുന്നു. ആ ബാണം അവളുടെ മാറിൽ പതിക്കുകയും അവൾ 60 യോജന അകലത്തേക്ക് തെറിച്ച് വീഴുകയും ചെയ്തു. അവളുടെ അലർച്ച കേട്ട് മഹർഷി തളർന്നുപോയി. അപ്പോഴേക്കും രാമൻ താടകയെ വധിച്ചിട്ട് മഹർഷിയുടെ കാൽക്കൽ നമസ്കരിച്ചു. മഹർഷിക്ക് വലിയ സന്തോഷമായി. കൗസല്യപുത്ര, താടകയെ നീ വധിച്ചുവല്ലോ. അത് കേട്ടതും രാമൻ പറയുകയാണ്, മഹർഷി, അത് എൻ്റെ കഴിവല്ല, അവിടുത്തെ അനുഗ്രഹം മാത്രം. മഹർഷി താടകയുടെ ശരീരം കാണുവാനായി അടുത്തേക്ക് ചെല്ലുന്നു. ശവശരീരം കണ്ടിട്ടു പോലും ഭയം തോന്നുകയാണ്. അത്ര ഭീകരമായ ഒരു രൂപം. രാമൻ താടകയെ വധിച്ചു. അതിനുശേഷം അവർ പവന ജന്മഭൂമിയിൽ എത്തിച്ചേർന്നു. ആ സമയം വിശ്വാമിത്രൻ കുമാരന്മാരോട് പറയുകയാണ്, രാമ, ലക്ഷ്മണ, കേൾക്കൂ, ഇവിടെയാണ് 49 മരുത്തുക്കൾ പിറന്നത്. അങ്ങനെ ആ പവനഭൂമിയും കടന്ന് അവർ എവിടെ എത്തിച്ചേരുന്നു? അഹല്യ തപോവനത്തിൽ എത്തിച്ചേരുന്നു. മഹർഷി പറയുകയാണ്, രാമ, ആ കാണുന്ന ശിലയുടെ മേൽ പാദങ്ങൾ അർപ്പിക്കൂ. മുനിവാക്യം കേട്ട് രാമൻ ചോദിക്കുകയാണ്, എന്തിനാണ് മാമുനെ ആ ശിലമേൽ പാദം പതിപ്പിക്കുന്നത്? അപ്പോൾ മുനി പറയുകയാണ്, കേൾക്കൂ രാമ, അത് ഒരു പഴയ കഥയാണ്. ബ്രഹ്മാവ് 1000 സുന്ദരിമാരെ സൃഷ്ടിച്ചു. അവരുടെ എല്ലാ ലാവണ്യവും സൗന്ദര്യവും കൂട്ടിച്ചേർത്ത് ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു. അവളാണ് അഹല്യ. 3 ലോകത്തും ഇതുപോലെ ഒരു സുന്ദരി ഇല്ലായിരുന്നു. ഗൗതമ മഹർഷി അഹല്യയെ വിവാഹം ചെയ്തു. ഇന്ദ്രൻ ഗൗതമൻ്റെ ശിഷ്യനായിരുന്നു. ഒരിക്കൽ പ്രഭാതത്തിൽ ഗൗതമൻ തപസ്സിന് പോയപ്പോൾ ഇന്ദ്രൻ ഗൗതമൻ്റെ വേഷത്തിൽ ആശ്രമത്തിൽ പ്രവേശിക്കുന്നു. അഹല്യ പാവം അത് ഗൗതമൻ എന്ന് ചിന്തിച്ചു. എന്താണ് ഇന്ന് രാവിലെ വന്നിരിക്കുന്നത് എന്ന നിലയിൽ അഹല്യ ചോദിക്കുന്നു. ഉടനെ ഇന്ദ്രനായ ഗൗതമൻ അഹല്യയോട് പറയുകയാണ്, നിന്റെ കാന്തിയെക്കുറിച്ച് ഓർത്തുകൊണ്ട് എങ്ങനെ തപസ്സു ചെയ്യാൻ സാധിക്കും? എനിക്ക് കാമപീഡയുണ്ടാകുന്നു എന്ന് പറഞ്ഞ് അഹല്യയെ ആലിംഗനം ചെയ്യുന്നു. പതിവ്രതയാണ്, ഭർത്താവ് പറയുന്നത് അനുസരിക്കണം. അങ്ങനെ അവർ 2 പേരും ശയ്യാഗ്രഹത്തിൽ കടന്നു.
ഇന്ദ്രൻ ഗുരുപത്നി എന്ന് വിചാരിച്ചില്ല. ഗുരുപത്നിക്ക് ധർമ്മഭ്രംശം വരുത്തി. തപസ്സു കഴിഞ്ഞ് മുനി മടങ്ങി വന്നു. അഹല്യ മുനിക്ക് ഇരിപ്പിടമൊരുക്കി. മുനി അഹല്യയെ നോക്കുന്നു. പ്രിയേ, എന്താണ് നിനക്കിന്നൊരു മാറ്റം? നിന്റെ ശരീരത്തിൽ ശൃംഗാര ലക്ഷണങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇങ്ങനെ ഒരു സംശയത്തോടു കൂടി ഗൗതമ മഹർഷി അഹല്യയോട് ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയുകയാണ്, അവിടുന്ന് എന്താണ് പറയുന്നത്? അവിടുന്ന് ചെയ്ത കർമ്മങ്ങൾ കാരണമാണ് എൻ്റെ ശരീരത്തിന് മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നു. അത് കേട്ടതും ഗൗതമന് തൻ്റെ ശിരസിൽ ഇടിവെട്ടിയതുപോലെ ആയിപ്പോയി. അദ്ദേഹം കണ്ണടച്ച് ധ്യാനിച്ചു. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇന്ദ്രൻ തെറ്റു ചെയ്തിരിക്കുന്നു. ഇന്ദ്ര ഇന്ദ്ര എന്ന് ഉറക്കെ വിളിച്ചു. ഇന്ദ്രൻ വിറച്ചുകൊണ്ട് കടന്നു വരുന്നു. സന്ധ്യയായിട്ടും ഭക്ഷണം കഴിക്കാതെ ഉള്ളു കത്തിയിരുന്ന ഗൗതമൻ ഇന്ദ്രനെ കണ്ട് കോപത്തോടു കൂടി പറയുകയാണ്, ഇന്ദ്ര, നിന്നെ ഞാൻ ഇത്ര നാൾ ധർമ്മവും ശാസ്ത്രവും പഠിപ്പിച്ചു. പക്ഷേ നീ ഇന്ന് എനിക്ക് നല്ല ഗുരുദക്ഷിണയാണ് തന്നിരിക്കുന്നത്. വംശത്തിനു തന്നെ കളങ്കം വരുത്തിയ നിന്റെ ദേഹം നിറയെ ലിംഗങ്ങളാകട്ടെ. എന്നിട്ട് ഗൗതമൻ അഹല്യയെ കൂടി ശപിക്കുന്നു. അഹല്യയെ ഒരു ശിലയായി മാറട്ടെ എന്നാണ് ശപിച്ചത്. അഹല്യ മുനിയുടെ കാൽ പിടിച്ച് അപേക്ഷിക്കുന്നു, എന്നാണ് എനിക്ക് ശാപമോക്ഷം കിട്ടുന്നത്? അഹല്യയുടെ ദുഃഖം കണ്ട് ഗൗതമന് മനസ്സലിയുന്നു. പക്ഷേ ശാപം വെറുതെ ആവുകയില്ല. അതുകൊണ്ട് ശാപമോചനം കൂടി നൽകുന്നു ഗൗതമൻ. ഭഗവാൻ രാമൻ ദശരഥൻ്റെ കുടുംബത്തിൽ ജനിക്കുമ്പോൾ വിശ്വാമിത്രൻ യജ്ഞരക്ഷയ്ക്ക് കൂട്ടിക്കൊണ്ടുവരും. ശിലയായ നിന്റെ മേൽ രാമപാദം പതിക്കുമ്പോൾ നിനക്ക് ശാപത്തിൽ നിന്നും മോചനം കിട്ടും. അതുകൊണ്ട് കരയരുത് പ്രിയേ എന്ന് ഗൗതമൻ അഹല്യയോട് പറയുന്നു. ഈ കഥ വിശ്വാമിത്ര മഹർഷി രാമനും ലക്ഷ്മണനും പറഞ്ഞു കൊടുക്കുന്നു. കഥ കേട്ട് ലക്ഷ്മണൻ ചോദിക്കുകയാണ്, മഹർഷി, അഹല്യ സ്ത്രീയാണ്, ബ്രാഹ്മണ സ്ത്രീയാണ്, എങ്ങനെയാണ് ചവിട്ടുന്നത്? അപ്പോൾ വിശ്വാമിത്രൻ പറയുകയാണ്, ഇപ്പോൾ സ്ത്രീയല്ല, ബ്രാഹ്മണ സ്ത്രീയുമല്ല, ശിലയാണ്. അത് കേട്ടതും രാമൻ ആ ശിലാരൂപത്തിൽ തൻ്റെ തൃപ്പാദങ്ങൾ പതിപ്പിക്കുന്നു. അതോടെ അഹല്യയ്ക്ക് ശാപമോചനം ലഭിക്കുകയും ചെയ്തു. ഗൗതമൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. രാമനും ലക്ഷ്മണനും ഗൗതമ മഹർഷിയെയും അഹല്യയെയും നമസ്കരിക്കുന്നു. അതിനുശേഷം രാമനും ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷിയും മിഥിലയിലേക്ക് യാത്രയാകുന്നു. അഹല്യയും ഗൗതമനും ബദര്യാശ്രമത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഇതാണ് താടകാവധവും അഹല്യ മോക്ഷവും. ഇന്നത്തെ ഈ 2 കഥകളും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.